എന്ത് പണി അവര് കാണിക്കുന്നത്? സമയം എത്രയെന്ന് വിചാരിച്ചിട്ടാ? അയ്യോ മോളെ, ഞാൻ അല്പം വൈകിയില്ലേ ഇന്ന്? അല്പോ? ഇന്നലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ ചേച്ചി, എനിക്കിന്ന് പോകാണ്ട് നേരത്തെ വരണമെന്ന്. നേരത്തെ വരാത്ത പോട്ടെ, ഇത് 3/4 മണിക്കൂർ വൈകിയാ വന്നിരിക്കുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളാണെങ്കിൽ എന്നെ ഒരു പണിയും ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ആ കുടുങ്ങി നിൽക്കുക. മോളെ, എനിക്കിന്ന് മോന്റെ സ്കൂളിലേക്കൊന്ന് പോകാനുണ്ടായിരുന്നു. ഇന്നലെ ഇവിടുന്ന് പറയാനും വിട്ടുപോയി. പിന്നെ എന്റെ മൊബൈലിൽ പൈസ ഇല്ല, അല്ലെങ്കിൽ വിളിച്ചു പറയായിരുന്നു. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും ചേച്ചി, വേഗം ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിക്കോളെ. അടിച്ചു വാരും തുടക്കലൊക്കെ പിന്നെയാകാം. ഇതാ വാ വാ വാ, ഇതാണ്ടില്ലേ കുഞ്ഞിന് വിശക്കും, പിന്നെ എനിക്കും കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഞാൻ വേഗം ആക്കിക്കോളാം മോളെ. എന്താ കറി ഉണ്ടാക്കേണ്ടത്? ചിക്കൻ ഞാൻ മസാല തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയാണ്. മോളെ, ഞാൻ വേഗം തുടങ്ങാം. ഉള്ളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? നെയ്ച്ചോറിന്റെ അരി എടുത്ത് വെച്ചതാണെന്നല്ലേ മോളെ? നെയ്ച്ചോറിന്റെ അരി എടുത്ത് വെച്ചതല്ലേ? ചേച്ചി ചോറായോ? അതാ മോളെ, ചോറായി. കറി ഇതാ, ഒരു സെക്കൻഡ് കേട്ടോ, ഇപ്പൊ എടുക്കാം. അത് കഴിഞ്ഞിട്ടേ മെഷീനിൽ കുറച്ച് തുണിയുണ്ട്, അത് മറക്കാണ്ട് എടുത്തിടണേ ചേച്ചി. പിന്നെ അവിടെ ഒരു വാഴക്കൊല വെട്ടി വെച്ചിട്ടുണ്ട്, ഇതൊന്ന് അകത്തെടുത്ത് വെക്കണേ. എന്താ അതാണെങ്കിൽ കുറേ അങ്ങോട്ട് മൂത്തും പോയി, മറക്കണ്ട. ഞാനത് എടുത്ത് വെക്കാം. തുണിയൊക്കെ ആയതല്ലേ. ചേച്ചി ഇറങ്ങാനായോ? ഇറങ്ങാനായി. മേലെ തുണിയെല്ലാം വിരിച്ചു കഴിഞ്ഞോ? തുണികളൊക്കെ വിരിച്ചു കഴിഞ്ഞു. പിന്നെ ഇതാ കുഞ്ഞു ഉറങ്ങിയിട്ടുണ്ട്, ഞാൻ കിടത്തിയിട്ട് പോവാം. കുഞ്ഞു നന്നായിട്ട് നോക്കണേ, എഴുന്നേറ്റിട്ട് ഭക്ഷണം കൊടുക്കണം. ഞാൻ പോട്ടെ, ഇനി നിന്നാ വൈകും. മോള് സമാധാനത്തിൽ പോയിട്ട് വന്നോ? ഞാൻ കുഞ്ഞണിച്ച ഭക്ഷണമൊക്കെ കൊടുക്കാം. പിന്നെ ഗേറ്റ് തുറന്നിടരുതേ, ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലേ നന്നായിട്ട് നോക്കിയിട്ടൊക്കെ ഒന്ന് തുറന്നാൽ മതി. ഗേറ്റ് അടിച്ചോളാം. ഞാൻ ആരെയും വന്നു കഴിഞ്ഞ് മോളെ വിളിച്ച ശേഷം തുറന്നു കൊടുക്കും. കുഞ്ഞു ബാബ ഉറങ്ങിക്കോട്ടാ, കുഞ്ഞു ബാബ ഉറങ്ങിക്കോ, ബാബി ഉറങ്ങിക്കോട്ടാ. വാവോ വാവാവോ ചക്കര കുട്ടി വാവാവോ, ചക്കര കുട്ടി വാവാവോ, ചക്കര കുട്ടി വാവാവോ. തങ്കക്കൂടെ ഉറങ്ങിക്കോ. കുഞ്ഞെന്താ ഒത്ര നേരമായിട്ട് ഉറങ്ങാത്തത്? ഉറങ്ങിയല്ലേ എനിക്ക് പണിയെടുക്കാൻ പറ്റുക? എൻ്റെ അമ്മ ഒന്ന് എന്നെ വഴക്ക് പറയും. ഞാൻ അടിച്ചു വരെ തുടക്കൊന്നും ചെയ്തിട്ടില്ല. അമ്മോ, നോക്ക്. കുഞ്ഞെങ്ങോട്ടാ പോകുന്നത്? അയ്യോ, അനക്ക് നല്ലൊന്നും പോകാൻ പറ്റില്ല. അയ്യോ, അമ്മോ, എന്താ കുഞ്ഞേത്?
ഷോ കുഞ്ഞു വാ 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 കൈ കഴിക്കണം. മോനെ വെള്ളം പോകുന്നു. കുഞ്ഞ് എന്താ ചെയ്യുന്നു? ഒരു പണിയെടുത്തിട്ടില്ല. കുഞ്ഞ് ഉറങ്ങണ്ടേ? എന്നാലേ പണിയെടുക്കാൻ പറ്റുക. ആൻറ്റിക്ക് ഇവിടെ കളിക്കാൻ ചൂലെടുത്ത് ഓടി വരാം. അവിടെ നിന്നേ. അവിടെ നിന്ന് അടിച്ചു വിടാതിരുന്നാലേ അമ്മയ്ക്ക് എൻ്റെ അമ്മ വന്ന് എനിക്ക് വഴക്ക് കേൾക്കും. കുഞ്ഞവിടെ കളിച്ചോട്ടോ. ആ കുഞ്ഞവിടെ കളിച്ചോ? ആ അങ്ങോട്ട് നടക്ക് ബാബ ഇങ്ങോട്ട് നടക്ക് ബാബ അങ്ങോട്ട് നടക്ക്. ആ ഇവിടെ ഒന്ന് അടിച്ചു വിട്ടേ മുൻപറ. എൻ്റെ പുറകെ വന്നോ? ഇങ്ങോട്ട് നിൽക്ക്. ആ അനുസരണ നല്ല കുഞ്ഞല്ലേ. എൻ്റെ കുഞ്ഞിന് എന്ത് ബുദ്ധിയാണറിയോ? എന്ത് അനുസരണയാ. ആ ഓ ആ കുഞ്ഞിവിടെ കളിക്ക്. അടിച്ചു വരെ ഇവിടെ കളിക്ക്. വാ ഇവിടെ കളിച്ചോ. കളിച്ചോട്ടാ. മതി. ഇനി രാവിലെ വന്നിട്ട് നല്ലോണം അടിച്ചു വരാം അമ്മ ഇവിടെ ഉണ്ടാകുമ്പോൾ. അപ്പം കുഞ്ഞിനെ അമ്മ നോക്കുമല്ലോ. ചൂല് വെച്ചിട്ട് വരാം. വാ അകത്ത് പോവാ. വാ തുടയ്ക്കാം. വാ തുടയ്ക്കാൻ പോവാ. വാ അകത്ത് പോവാ. വാ കുട്ടി വാ അകത്തേക്ക് പോവാ. വെള്ളം പിടിക്കണ്ടേ തുടക്കേ. കുഞ്ഞിത്തിരി ഉറങ്ങിയതാണെങ്കിലോ. കുഞ്ഞകത്ത് നടക്ക്. അമ്മ തുടയ്ക്കാൻ വേണ്ടി കുഞ്ഞു കേറ്. ഓ എന്ത് കുട്ടിയപ്പം അത്. കുഞ്ഞിങ്ങോട്ട് വാ. ഇനി മുറ്റത്ത് കളിക്കാൻ സമയമില്ല. എനിക്ക് പോകാറായി. അമ്മ വരുമ്പോഴേക്ക് പണി ഒരുക്കല്ലേ എനിക്ക് പോകാൻ പറ്റൂ. നടക്ക്. ആ എൻ്റെ കുഞ്ഞ് നിന്നെ ഇവിടെ വിട്ട് എനിക്ക് അകത്ത് പോകാൻ പറ്റില്ല. അയ്യോ കുഞ്ഞ് ഞാൻ അടിച്ചു വരെ തുടക്കട്ടെ. അയ്യോ ബോൾ കടിക്കണ്ട. ഇങ്ങോട്ട് വാ. നമുക്ക് നാളെ അടിക്കാം. നാളെ അടിക്കാം. അന്നാണ് നമ്മൾ വെള്ളം തുടയ്ക്കാൻ വെള്ളം എടുത്തിട്ട് വരാം. ബാ ഈ കുട്ടി എന്താ ചെയ്യുന്നത്? അടിച്ചു കഴിഞ്ഞതാ. ഇനി ഇവിടെ അടിക്കുന്നില്ല. ഞാൻ തുടയ്ക്കാൻ പോകുക. വാ ഇങ്ങോട്ട് വാ. വാ
നമുക്ക് അകത്ത് വായിലൊന്നും ഇട്ടില്ല, അകത്ത് കയറാം. കുഞ്ഞാപ്പിൾ കഴിച്ചു കേട്ടോ. ഇത് നോക്ക്, വാ ഇങ്ങോട്ട് വാ 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 വാ. അമ്മോ, അയ്യോ അതിൽ കയറാൻ പറ്റില്ല, വീഴില്ലേ. വാ, കുഞ്ഞിനെ അവിടെ നിർത്തിയതല്ലേ അമ്മ കാർട്ടൂൺ ഇഷ്ടമായിട്ട്. കുഞ്ഞിവിടെ കളിക്കും, ഇവിടെ എടുക്കണം. എൻ്റെ മോളെ എനിക്കാവില്ല, എൻ്റെ പുറകെ ഓടിയിട്ടേ. ഇതെന്താ ഇപ്പോഴാണോ അടിച്ചു വരുന്നേ? വന്ന മോൾ ഇത്ര നേരം സമ്മതിച്ചില്ലേ, ഇതാ ഇപ്പൊ ഒന്ന് ഉറങ്ങിയതാ, അപ്പൊ വേഗം ഒന്ന് അടിച്ചു വരട്ടെന്ന് പറഞ്ഞിട്ടാ. ചില ദിവസങ്ങളിൽ അവൾ അങ്ങനെയാ, ഒന്നിനും സമ്മതിക്കില്ല. ചേച്ചിക്ക് സമയം വൈകിണ്ടാവില്ലേ, എന്നാ പോയിക്കോ. ഇതൊന്ന് അടിച്ചു വാരിക്കണ്ട് ഞാൻ പോകാം മോളെ. പിന്നെ ഇന്നത്തെ കൂലിൻ്റെ കൂടെ നാളത്തെയും കൂടി തരുമോ മോളെ? എനിക്ക് മോന് സ്കൂളിലേക്ക് കൊടുക്കാനുള്ളതാ. ഇവിടെയും കൂടി ഒന്ന് അടിക്കാനുള്ളൂ, അടിച്ചിട്ട് പോകാം. ഇത്ര നേരം കുഞ്ഞിന് ഡ്രസ്സ് മാറ്റി കൊടുത്തില്ലേ? ചെയിൻ എവിടെ? കുഞ്ഞിൻ്റെ കഴുത്തിൽ ചെയിൻ കാണുന്നില്ലല്ലോ, ഇതെവിടെ പോയി? എവിടെയും വീണോ? ചെയിനില്ല. ചേച്ചി കഴിഞ്ഞു മോളെ. അല്ല, കുഞ്ഞിന്റെ കഴുത്തിലെ ചെയിന് ഇവിടെ എവിടെയെങ്കിലും അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞാൻ അഴിച്ചു വെച്ചിട്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ നോക്കുമ്പോ കുഞ്ഞിന്റെ കഴുത്തിലെ ചെയിന് കാണുന്നില്ല, പിന്നെ അത് എവിടെ പോയി? അയ്യോ, ഞാൻ എപ്പോഴും പറയാറില്ലേ മോളെ, കുഞ്ഞിന്റെ കയ്യിലും കഴുത്തിലൊന്നും സ്വർണ്ണം ഇട്ട് കൊടുക്കരുത് എന്നുള്ളത്. എന്തിപ്പോ എവിടെ പോയി? എവിടെ പോയത് എൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ഞാൻ നിങ്ങളുടെ കയ്യിലല്ലേ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയത്. മോളെ, ഞാൻ കുഞ്ഞിൻ്റെ കഴുത്തിലെ ചെയിൻ നോക്കിയില്ല, ഞാൻ ജസ്റ്റ് മോൾ അഴിച്ചു വെച്ചിട്ടുണ്ടാവും എന്നുള്ളത്. പിന്നെ ഞാൻ ചെയിൻ കണ്ടിട്ടില്ല ശരിക്കും കുഞ്ഞിൻ്റെ കഴുത്തിൽ. ഇല്ല മോളെ, കുഞ്ഞിൻ്റെ കഴുത്തിൽ ചെയിൻ ഇല്ല. നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക? ഞാൻ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞിനെ തന്നിട്ട് പോകുമ്പോൾ കുട്ടീൻ്റെ കഴുത്തിൽ ചെയിൻ ഉണ്ടായിരുന്നു. ഒന്ന് തിരഞ്ഞു നോക്കി തന്നിട്ട് പോയാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് തിരഞ്ഞാലാകില്ല, നിങ്ങൾക്കല്ലേ അറിയൂ കുഞ്ഞിനെ എങ്ങോട്ട് കൊണ്ടുപോയിന്ന്. ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് കൊണ്ടുപോയിട്ടില്ലേ കുഞ്ഞിനെ. ഗേറ്റ് മോള് പോകുമ്പോൾ അടച്ചിട്ട് പോയത് തന്നെയാ. ഇപ്പൊ വരുമ്പോഴാണ് മോളാ തുറന്നത്. ഞാൻ എത്ര നേരം ഗേറ്റ് തുറന്നിട്ടില്ല, ഇവിടെ ആരും വന്നിട്ടുമില്ല. ഞാൻ കുഞ്ഞിനെ ആ ഭാഗത്തേക്കൊന്ന് കൊണ്ടുപോയി, മുറ്റത്തേക്കും കൊണ്ടുപോയി, വേറെ എവിടേക്ക് കൊണ്ടുപോയിട്ടില്ല മോളെ. എന്നാ പിന്നെ അങ്ങോട്ടേക്ക് ഒന്ന് പോയി തിരഞ്ഞു നോക്കി. ഇവിടെ നിന്നാൽ എങ്ങനെയാ കിട്ടുക? ആർക്കും അറിയാം തിരഞ്ഞ കിട്ടുമെന്നുള്ളതൊക്കെ. ഇവരെന്നെ ചെയ്യുന്ന എടുത്തിട്ട് കാണാനെന്ന് പറയുന്നതായിരിക്കും. എന്ത് കഷ്ടകാലത്തിനാണോ കുഞ്ഞിവരായിട്ട് ഓരോ പോകാൻ തോന്നിയത്. എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു തരാൻ തോന്നിയാൽ മതിയായിരുന്നു. എന്തൊക്കെ ചെയ്യും? അയ്യോ, കുഞ്ഞിവിടെയൊക്കെ തന്നെയാണല്ലോ കളിച്ചത്. ദൈവമേ, ചെയിൻ എവിടെ പോയി? ആ കുട്ടനെ കൊണ്ട് ഞാൻ എപ്പോഴും പറയണു ചെയിനൊന്നും
ഇട്ട് കൊടുക്കരുത് എന്നുള്ളത്. എൻ്റെ മോൾ എവിടെയാ കളിച്ച്? എന്തായി? കിട്ടിയോ? കിട്ടാൻ വല്ല വഴിയുണ്ടോ? ഇത് വെറുതെ അറിയാണോ? അതെന്താ മോളെ അങ്ങനെ പറയുന്നത്? കുഞ്ഞ് വേറെ എവിടെയും പോയിട്ടില്ല. അവിടെ തുടങ്ങി അലക്കുന്ന കല്ല് വരെ വന്നിട്ടുള്ളൂ. കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വീണിട്ടുണ്ടാന്ന് നോക്കുക. മോളെന്താ ഇങ്ങനെ പറയുന്നത്? എന്തോ ഈ തിരനുണ്ട്, എനിക്ക് തോന്നുന്നില്ല ഇത് കിട്ടുന്നതാന്ന്. അയ്യോ ഈശ്വര, ഞാൻ എടുത്തുനിന്ന് വലുതും വിചാരിക്കുമോ? അതാണോ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നത്? അതോ അവരെവിടെയെങ്കിലും അറിയാണ്ട് അഴിച്ചു വെച്ചിട്ടുണ്ടോ എന്തോ? എന്ത് കഷ്ടകാലോ ഭഗവാനെ എൻ്റെ. ഈ പാവങ്ങളെ എപ്പോഴെപ്പോഴും പരീക്ഷിക്കുകയാണോ ദൈവമേ? ഞാൻ കണ്ടിട്ടില്ല കുട്ടിൻ്റെ കഴുത്തിലെ ചെയിന്. എനിക്കറിയില്ലല്ലോ, ഞാൻ എന്താ പറയാ? എന്നെ പറയോ ഈശ്വര? പല വീട്ടുകളിലും ജോലിക്ക് പോയിട്ട് ഞാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ എവിടെയാ ഞാൻ തരിക ദേവാ? എന്തെങ്കിലും പറഞ്ഞ് വാങ്ങിക്കൊടുക്കാന്ന് പറയാൻ ചെറിയ വിലയാണോ? ഈ വീട്ടിൽ ജോലി ചെയ്യണം, അവൾ എവിടെ നിന്ന് വാങ്ങിച്ചു കൊടുക്കും? ഇവിടെ എൻ്റെ കുഞ്ഞ് വന്നിട്ടുള്ളൂ. ഇനി തരാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഇത് എവിടെ കൊണ്ടിട്ടതാ? അതിൽ ഇവിടെ ഉണ്ടെങ്കിലല്ലേ തരയാ. എനിക്കൊന്നും അറിയില്ല എന്താ ചെയ്യാൻ. കിട്ടിയ മോളെ, ഞാൻ അവിടെ എല്ലാം തിരഞ്ഞു, ഇല്ല. ഞാൻ ചോറ് കൊടുക്കുമ്പോൾ ഇവിടെയൊക്കെ കഴുകി കൊടുത്തതാ. കുഞ്ഞിൻ്റെ കഴുത്തിൽ ചെയിനില്ല മോളെ, ഞാൻ കണ്ടിട്ടില്ല. ഇനി എവിടെയും നോക്കാനില്ല ചേച്ചി. നിങ്ങൾ പുറത്ത് മുഴുവൻ നോക്കിയില്ലേ? ഞാൻ ഈ വീടിൻ്റെ അകം മുഴുവൻ നോക്കി. മോൾ എവിടെയെങ്കിലും ഓർമ്മയില്ലാണ്ട് അഴിച്ചു വെച്ചിട്ടുണ്ട്, ഒന്നും കൂടി നോക്കും മോളെ. ഇനി എവിടെയും തരാൻ സ്ഥലമില്ല ചേച്ചി. കുട്ടിൻ്റെ കഴുത്തിൽ ചെയിൻ ഞാനല്ലേ ഇട്ട് കൊടുത്തിട്ട് പോയത്. നിങ്ങളില്ലാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുക? പുറത്ത് മുഴുവൻ നിങ്ങൾ എന്തായാലും നോക്കിയല്ലോ, അകത്ത് ഞാനും നോക്കി. ഇവിടെ എവിടെയും ചെയിനില്ല. നിങ്ങളിവിടെ ഇത്രയും കാലമായിട്ട് പണിയെടുക്കുന്നല്ലേ, ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ കുഞ്ഞിൻ്റെ കഴുത്തിൽ ചെയിനും ഇട്ട് നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് പോയത്. അല്ലെങ്കിൽ ഞാൻ ചെയിൻ അഴിച്ചു വെച്ചിട്ടേ പോകുള്ളായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെയാണ്, എല്ലാവരും അങ്ങോട്ട് വിശ്വസിക്കും. ഇപ്പോൾ മനസ്സിലായി. വേട്ടൻ വിളിച്ചാൽ എന്ത് പറയുന്ന? എന്താ പറയാ? നിങ്ങളുടെ തന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല ദൈവമേ. അവരമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി. ഇപ്പം മോൾ എന്താ പറയുന്നത്? ഞാൻ എടുത്തു എന്നാണോ? മോളെ, ഞാൻ എത്ര കാലം ഇവിടെ പണിക്ക് വരാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ എന്തെങ്കിലും ഒരു സാധനം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ? മോൾ തന്ന ഭക്ഷണം ഞാൻ കഴിക്കുകയെന്നല്ലാണ്ട് ഇല്ലാത്ത സമയത്ത് എനിക്ക് വേണ്ട ലേശം ഞാൻ വിളമ്പി കഴിക്കും. മോൾക്ക് അറിയില്ല എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ അങ്ങനെ ചെയ്യില്ല മോളെ, ഞാൻ ചെയ്യില്ല അങ്ങനെ. മോൾ എന്നെ വിശ്വസിക്കുക. എനിക്ക് തോന്നുന്നു ഞാൻ സത്യം പറയാലോ മോളെ, ഞാൻ കുഞ്ഞിന് കഴുത്തിൽ ചെയിന് കണ്ടിട്ടില്ല. മോളിട്ട് കൊടുത്തിട്ടില്ല കുഞ്ഞിന്. മോൾക്ക് ഓർമ്മയില്ലാണ്ടാ. മോളെ ബേജാറിൽ പോയതല്ലേ, അത് കാരണമായിരിക്കും. മോളൊന്നും കൂടി നോക്കണം ഇവിടെ എവിടെയെങ്കിലും. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? സമയം 8 മണിയാവാറായി. എൻ്റെ മോൻ അവൾ സ്കൂൾ വിട്ട് വന്ന് കാത്തിരിക്കാം. എൻ്റെ ഫോണിലാണെങ്കിൽ പൈസ ഇല്ല, ഇങ്ങോട്ട് വിളിച്ച് നോക്കാനോ ഒന്നിനും. മോള് പറയും ഞാൻ എന്താ ഇപ്പം ചെയ്യേണ്ടതെന്നുള്ളത്. ചേച്ചി, ഞാൻ നിങ്ങളെടുത്തു എന്നല്ല പറഞ്ഞത്. ഇവിടെ വേറെ ആരും വന്നിട്ടില്ലല്ലോ. എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ പറയാം. പല വീടുകളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുമുണ്ട്. ഇപ്പോൾ കുഞ്ഞിനെടുക്കുന്ന സമയത്തേ നിങ്ങളുടെ ഡ്രസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലൗസിലോ എവിടെയെങ്കിലും അഥവാ അഴിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കി. 1.5 പവൻ്റെ ചെയിനാ. ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് താ ചേച്ചി. ഞങ്ങൾക്ക് ഇത്രയും വില കൂടിയ സമയത്ത് ഇനി ഇങ്ങനെ ഒന്ന് വാങ്ങാന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നിങ്ങളുടെ മോനെ വേണേൽ ഞാൻ വിളിച്ച് പറയാം, നിങ്ങൾ വരാൻ കുറച്ച് വൈകുന്നു. മോളിവിടെ വന്ന സമയത്ത് ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ കയ്യങ്കാലും മുഖം കഴുകി സാരിയൊക്കെ അഴിച്ച് കൊടുന്ന് കൊടുത്തതാ. ഈ 1.5 പവൻ്റെ മാലയൊക്കെ എവിടെ മോളെ സാരിയിൽ പറ്റിപ്പിടിച്ച് നിൽക്കുക. ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി കൊടുന്ന് നോക്കാം. അയ്യോ, ഇവരെങ്ങനെയായിരിക്കും എടുത്തിട്ടുണ്ടാകുക? അല്ലാണ്ട് ചെയിൻ എവിടെയാണ് പോവുക? പക്ഷെ അതിപ്പോൾ എങ്ങനെയാണ് പറയുക നിങ്ങളാണ് എടുത്ത് തിരിച്ചതാന്ന്? അല്ലെങ്കിലോ എനിക്കൊന്നും അറിയില്ല എന്താ ചെയ്യാന്ന്. ശരി, എടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചു തരാനുള്ള ഒരു മനസ്സ് തോന്നിച്ചു കൊടുക്കണേ. കുട്ടീൻ്റെ മാന
അഥവാ ഇല്ലാന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്ന് നോക്കട്ടെ. ഇവിടെ എവിടെ വെച്ചൊരു ദൈവമേ. എന്താ പറയാ? ഇത്ര നേരം ഞാൻ അവരെ സംശയിച്ചിട്ട് ഓരോന്ന് പറയുകയും ചെയ്യുകയും ചെയ്യും. കിട്ടിയില്ല മോളെ. അത് ചെയ്ത് ഞാൻ പോണ സമയത്തെ ആ തിരക്കിൽ അഴിച്ചു വെച്ചിട്ട് പോയതാ. പിന്നെ ഞാൻ മറന്നുപോയി. പേടിച്ചു പോയി. കള്ളപ്പേര് കേൾക്കുമെന്ന് പറഞ്ഞിട്ടേ പട്ടിണി കിടന്നാലും ആരുടെയും കക്കില്ല. പെട്ടെന്ന് മോളിങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ സംശയിച്ചു. വിചാരിച്ചു ഞാനും എടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു തരാൻ പറ്റില്ലല്ലോ. ചേച്ചി എന്നോട് ക്ഷമിക്കണം. അപ്പോഴത്തെ ഒരു വിഷമത്തിൽ ഞാൻ അഴിച്ചു വെച്ച കാര്യം മറന്നുപോയി. ഞാൻ കൊണ്ടുവിടട്ടെ? അത് സാരമില്ല മോളെ. എന്തായാലും കുഞ്ഞിന് ചെയിന് കിട്ടിയല്ലോ, എൻ്റെ കള്ളപ്പേര് ഒഴിഞ്ഞു കിട്ടിയല്ലോ. മോളെ, ഞങ്ങൾ പാവങ്ങളാ. എടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു തരാൻ പറ്റില്ല. ഇതുപോലെ വീട് ജോലി ചെയ്തിട്ടാണ് കുറേ കാലമായി ഞാനും എൻ്റെ മോനും കഴിയുന്നത്. വേറെ ഒരാൾ ഞങ്ങൾക്ക് പണിയെടുത്ത് കൊണ്ട് തരാനില്ല. മോൾക്കറിയുന്ന കാര്യമല്ലേ. പക്ഷെ കക്കില്ല. കള്ളപ്പേര് കേട്ടാലേ വേറൊരു വീട്ടിലും പണി കിട്ടില്ല. അതൊരു വിഷമമായിരുന്നു എനിക്ക്. നന്ദിയുണ്ട് മോളെ. എൻ്റെ മോൾ കണ്ടുപിടിച്ച് ഓർമ്മയോട് കണ്ടുപിടിച്ചെടുത്തല്ലോ. ശരി, ഞാൻ പോകട്ടെ. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരാം. അത് സാരമില്ല, ഞാൻ പോയിക്കോ.